ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻ, പവേഡ് ബൈ മൈൽ ഫുഡ് സ്റ്റെപ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ 28 മലയാളികൾ സുരക്ഷിതർ. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ കാണാതായ മലയാളികൾ സുരക്ഷിതർ. ഗംഗോത്രിക്ക് സമീപം കുടുങ്ങിയ ഇവരെ രക്ഷാപ്രവർത്തന സംഘം കണ്ടെത്തുകയായിരുന്നു. നിലവിൽ ഇവരെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹരിദ്വാറിൽ നിന്നും ഗംഗോത്രിയിലേക്ക് പോവുകയായിരുന്ന 28 പേരടങ്ങുന്ന സംഘത്തെ ബന്ധപ്പെടാനാകുന്നില്ലെന്ന് ബന്ധുക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവർ സുരക്ഷിതരാണെന്നാണ് സൈന്യം മുഖേന ബന്ധുക്കൾക്ക് ലഭിച്ച പ്രാഥമിക വിവരം. കേരളത്തിൽ നിന്നുള്ള 8 പേരും മുംബൈയിൽ നിന്നുള്ള മലയാളികളായ 20 പേരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. തൃപ്പൂണിത്തുറ, കായംകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 പേരും ബന്ധുക്കളാണ്. തൃപ്പൂണിത്തുറ സ്വദേശിയായ നാരായണൻ നായരും ഭാര്യ ശ്രീദേവിയും അവരുടെ ബന്ധുക്കളുമാണ് 8 അംഗ സംഘത്തിലുള്ളത്. ഗംഗോത്രിയിലേക്ക് പോകുന്ന വഴിക്ക് ഇവർ വീടുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് സംഘാംഗങ്ങളുടെ ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇവരെ കണ്ടെത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് വലിയ ആശ്വാസമാണ് നൽകുന്നതെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. ബൈക്ക് വർക്ക്ഷോപ്പിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന. പച്ചാളത്ത് 2 കിലോ കഞ്ചാവ് പിടികൂടി. എറണാകുളം പച്ചാളത്ത് 2 വീലർ വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ച 2 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. കൂവക്കാട് വീട്ടിൽ അരുൺജിത്തിനെ പ്രതി ചേർത്ത് കേസെടുത്തു. ഇയാൾ സംഭവ സ്ഥലത്ത് ഇല്ലാത്തതിനാൽ അറസ്റ്റ് നടന്നില്ല. അരുൺജിത്തിനെതിരെ മുൻപ് MDMA കേസ് ഉണ്ടായിരുന്നു. അതേസമയം കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ കർശനമായ പരിശോധനകൾ നടത്തുവാനും സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ നടത്തുവാനും കൊച്ചിയിൽ നിന്നും കസ്റ്റംസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കി. ഇതിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ചൊവ്വാഴ്ച രാവിലെ സിംഗപ്പൂർ ബാങ്കോങ്ങിൽ നിന്നും എമിറേറ്റ്സ് എയർവേസിന്റെ 522 നമ്പർ വിമാനത്തിലെത്തിയ യാത്രക്കാരൻ ഹൈബ്രിഡ് കഞ്ചാവ് 45 ചെറിയ കവറുകളിലാക്കി ലഗേജിനുള്ളിൽ അതീവ സൂക്ഷ്മമായി ഒളിപ്പിച്ചു കടത്തുവാനുള്ള ശ്രമമാണ് നടത്തിയത്. കൈയോടെ പിടികൂടിയ കസ്റ്റംസ് തുടർ നടപടികളിലേക്ക് കടന്നു. പിടികൂടിയ ഹൈബ്രിഡിന് 13 കോടിയിലധികം വില വരും. കേരള പോലീസും എയർ കസ്റ്റംസും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. തൃശൂരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് അടർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. തൃശൂർ കോടാലി സർക്കാർ LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും അടർന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പ്രവൃത്തി ദിവസങ്ങളിൽ നേരത്തെ എത്തുന്ന വിദ്യാർത്ഥികൾ ഓഡിറ്റോറിയത്തിന് അകത്താണിരിക്കാറുള്ളത്. മനഃപൂർവ്വമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കോസ്റ്റ്ഫോർഡ് പ്രോജക്ട് ഡയറക്ടർ സ്കന്ദകുമാർ പറഞ്ഞു. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ മർദ്ദിച്ച കേസ്. PK ഫിറോസിന്റെ സഹോദരൻ ബുജൈറിന്റെ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച വിധി പറയും. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ മർദ്ദിച്ച കേസിൽ PK ബുജൈറിന്റെ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച വിധി പറയും. CPIM സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് കേസ് കെട്ടിച്ചമച്ചതെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. PK ബുജൈറിന് രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വാദം നടക്കുന്നത്. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരനാണ് PK ബുജൈർ. ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാനുള്ള ഉപകരണം കൈവശം വെച്ചതിനുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അൻസിലിന്റെ മരണം. പെൺസുഹൃത്ത് വിഷം കലക്കിയത് എനർജി ഡ്രിങ്കിൽ. തെളിവെടുപ്പിനിടെ എനർജി ഡ്രിങ്ക് ക്യാനുകൾ കണ്ടെത്തി. കോതമംഗലം അൻസിൽ കൊലക്കേസിൽ പെൺസുഹൃത്ത് വിഷം കലക്കിയത് എനർജി ഡ്രിങ്കിൽ. വീട്ടിലെ തെളിവെടുപ്പിനിടെ എനർജി ഡ്രിങ്ക് ക്യാനുകൾ കണ്ടെത്തി. സ്ഥിരമായി എനർജി ഡ്രിങ്ക് ഉപയോഗിക്കുന്ന ആളാണ് അൻസിൽ. മറ്റൊരു സുഹൃത്ത് വഴിയാണ് അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. അൻസിലിനെ പ്രതി പലതവണ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഭയം മൂലം അൻസിൽ പ്രതിയുടെ വീട്ടിലേക്ക് വന്നിരുന്നില്ല. മറ്റൊരു സുഹൃത്ത് വഴി ആസൂത്രിതമായാണ് അൻസിലിനെ വീട്ടിലെത്തിച്ചത്. കേസിൽ യുവാവിന്റെ സുഹൃത്ത് നടത്തിയ മാസങ്ങൾ നീണ്ട ആസൂത്രണമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കൊലപാതകം നടത്തുന്നതിന് യുവതി വിഷം വാങ്ങിയ കടയിൽ തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ശാസ്ത്രീയ തെളിവുകൾ കൂടി കണ്ടെത്തി കുറ്റപത്രം തയ്യാറാക്കാനാണ് പോലീസ് ശ്രമം.
വയനാടിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസുകാർ പിരിച്ചുമുക്കി എന്നാണ് ചിലർ പറയുന്നത്. ഡിവൈഎഫ്ഐ നിയമ നടപടിയിലേക്ക് പോകുന്നത് ആലോചിക്കും. VK സനോജ്. വയനാടിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസുകാർ പിരിച്ചുമുക്കി എന്നാണ് ചിലർ പറയുന്നത്. നിയമ നടപടിയിലേക്ക് ഉൾപ്പെടെ പോകുന്നത് ആലോചിക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന പണം പിരിച്ചു പറ്റിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എവിടെയാണ് ഭൂമി എന്ന് പറയുവാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തമുണ്ടായിട്ട് 1 വർഷം പൂർത്തിയായി. 25 വീടുകൾ നൽകുമെന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചത്. 20 കോടി രൂപ സമാഹരിക്കാനായി. സർക്കാർ കണക്ക് പ്രകാരം 100 വീടുകൾ നിർമ്മിക്കുവാൻ കഴിയും. യൂത്ത് കോൺഗ്രസും 30 വീടുകൾ പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ വീട് പ്രതീക്ഷിച്ച് സർക്കാർ വീട് വേണ്ട എന്ന് തീരുമാനിച്ചവർ നിരവധിയാണ്. അവരോട് കൊടിയ വഞ്ചനയാണ് കോൺഗ്രസ് നടത്തിയതെന്നും VK സനോജ് പറഞ്ഞു. ബിരിയാണിയില്ല പൊറോട്ട തരാമെന്ന് പറഞ്ഞത് ഇഷ്ടമായില്ല. ആനമുട്ട തരാൻ പറഞ്ഞ് ഹോട്ടലുടമയെ മർദ്ദിച്ച യുവാക്കൾ. കോഴിക്കോട് ബിരിയാണി നൽകാൻ വൈകിയതിന് ഹോട്ടലുടമയെ മർദ്ദിച്ചതായി പരാതി. ചേളന്നൂർ ദേവദാനി ഹോട്ടലുടമ രമേശിനെയാണ് ആക്രമിച്ചത്. ഹെൽമറ്റ് കൊണ്ട് അടിയേറ്റ് രമേശ് ചികിത്സ തേടി. ബിരിയാണി തീർന്നെന്നും പൊറോട്ടയും കറിയും ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ആനമുട്ടയുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. ചേളന്നൂർ ദേവദാനി ഹോട്ടലുടമ രമേശിനെയാണ് ഒരു സംഘം ആക്രമിച്ചത്. ഹെൽമറ്റ് കൊണ്ടുള്ള അടിയിൽ തലയ്ക്ക് പരിക്കേറ്റ രമേശൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇടിയുടെ ആഘാതത്തിൽ രമേശന്റെ മൂക്കിന്റെ പാലത്തിനും താടിയെല്ലിനും പരിക്കേറ്റു. സംഭവത്തിൽ കാക്കൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കടയിലെത്തിയവർ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെ രമേശ് തിരിച്ചു മർദ്ദിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഇരുഭാഗത്തു നിന്നും പരാതി ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.